നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. വചനാടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാതിരുന്നാലും പാവം തന്നെയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അതേ സമയം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിലും അതും തെറ്റാണ്, പാവം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പറയുന്നത് നിങ്ങളെ കുറിച്ച് കേട്ട നാൾ മുതൽ കൊണ്ടാണ് ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെടുത്ത് ആരെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ നമ്മൾ അത് ഗൗരവമായി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞ സ്ഥിതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെടുത്ത് ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഗൗരവമായി എടുക്കുന്നില്ല. എല്ലാ വിഷയവും പ്രാർത്ഥിക്കുന്ന പോലെ 10ൽ അതൊരു പ്രാർത്ഥന വിഷയമാണ്. നമ്മൾ കൂടിപ്പോയി നമ്മള് 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് മാത്രമേ പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ഗൗരവത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ അടുക്കൽ എന്തുകൊണ്ട് ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഏൽപ്പിക്കുന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, ഗൗരവത്തോട് പ്രാർത്ഥിക്കും എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. നാം അത് ചെയ്തില്ലെങ്കിൽ എന്താകും? അത് പാവം തന്നെയാണ്. നാം അറിഞ്ഞും അറിയാതെ നമ്മൾ ചെയ്യേണ്ടത് പാവം ചെയ്യും. പണ്ടൊക്കെ എന്റെ അടുത്ത് പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ സത്യം ഞാൻ മറന്നു പോകും. പലപ്പോഴും നമുക്കുള്ള ഒരു കുഴപ്പം പറഞ്ഞത് ഓർമ്മ കുറവ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകും. അപ്പോ നാം പറയുന്നത് നമ്മുടെ അടുത്ത് ഒരു വ്യക്തി പറയുമ്പോൾ തന്നെ നാം എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഇനിയും ബെസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാം. എന്നാൽ ആ വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് പറയണമെങ്കിൽ ദൈവം അറിയാതുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വചനം നമ്മൾ കേൾക്കുക മാത്രമല്ല, നാം കേട്ട് അത് അനുസരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരെ പ്രാർത്ഥന വിഷയങ്ങളെ നിങ്ങൾ ഗൗരവത്തോടെ നിങ്ങൾ ചെയ്യണം, അത് എടുത്ത് പ്രാർത്ഥിക്കണം. പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പത്രോസിന്റെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ച് പോകും. ആരാണ് പത്രോസ് എന്ന ഒരു അപ്പോസ്തലൻ ജയിൽ ആയിനെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെപ്പോലുള്ള കൊച്ചി സഭ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച് ആർക്ക് വേണ്ടി? പത്രോസിന് വേണ്ടി തടവിൽ നിന്ന് ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെ സഭയുടെ ശ്രദ്ധിച്ച് പ്രാർത്ഥന എന്ത് ചെയ്ത് ദൂതൻ ആ തടവിൽ ഇറങ്ങി പത്രോസിനെ വിടുവിച്ച് കൊണ്ടുവന്നു. അല്ലെ, നമുക്ക് അധികം സമയം അതുകൊണ്ട് പോകുന്നില്ല, ഷാർട്ടാക്കി ഞാൻ പറയുന്നത്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ച് ദൈവദൂതൻ എവിടെ ഇറങ്ങി? കാരാഗ്രഹത്തിൽ ഇറങ്ങി. പൗൽ അറിഞ്ഞില്ല, പത്രോസ് അറിഞ്ഞില്ല, പത്രോസ് ഉറങ്ങിയായിരുന്നു. അവനെ തട്ടി ഉണർത്തി, എളുപ്പം എനിക്ക് ആ ശബ്ദം കേട്ട് അവൻ ചെയ്ത് ഒരു ഡോർ തുറന്ന് മറു ഡോർ തുറന്ന് അവസാനം അവൻ ജയിലിൽ പുറത്തു വന്ന് കൊണ്ടുവന്ന് വിട്ടപ്പോൾ ദൂതൻ മറഞ്ഞു പോയി.
അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നല്ലതാണ്. പക്ഷെ അതേസമയം നിങ്ങൾ തനിപ്പെട്ട മുറിയിലും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് അത് ഏതുവാകും. ഒന്നാമത് പോയിന്റ് നമ്മൾ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് ദൈവസന്നിധിയിൽ പാപം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ ലംഘിച്ചാലും പാപം തന്നെയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചെങ്കിലും പാപം തന്നെയാണ്. ഇവിടെ വചനം പറയുന്നത്, സൗലിന്റെ അടുക്കൽ ദൈവം എന്ത് ചെയ്ത് ഒരു കാര്യം പറഞ്ഞ്, നീ എന്ത് ചെയ്യണം, നീ പോയി അമാലേക്കരോട് യുദ്ധം ചെയ്ത് അമാലേക്കരുടെ മനുഷ്യൻ സകലതയും നിർമൂലമാക്കണം. മനുഷ്യൻ മാത്രമല്ല, കണ്ണുകാലിയും മുതൽ കൊണ്ട് സകലതും കൊച്ചു കുഞ്ഞ് പറയുന്നത് ചെയ്യണോ, നീ നിർമൂലമാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ എന്ത് ചെയ്തു, കടന്നുപോയി. എല്ലാവരും അവൻ നിർമൂലമാക്കിയിട്ട് കണ്ണുകളിൽ കണ്ടപ്പോൾ ജനം എന്ത് ചെയ്ത്, ശ്രേഷ്ഠമായത് അവരെന്ത് ചെയ്ത്, നാം ദൈവത്തിന് യാഗമർപ്പിക്കാൻ എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ദൈവ കൽപ്പനയെ അവൻ ലംഘിച്ച് അത് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ കാലത്തെ അവൻ പൂർണ്ണമായി ചെയ്തില്ല. അവൻ എത്ര ചെയ്ത്, പകുതിയെ അവൻ അനുസരിച്ചു. ദൈവം നമ്മളുടെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ നാം പകുതി അനുസരിച്ചാലും അത് പാപം തന്നെയാണ്. നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം പൂർണ്ണമായി അനുസരിച്ചില്ലെങ്കിലും പാപം തന്നെയാണ്. സാമുവേൽ എന്ത് ചെയ്ത്, പ്രവാചകൻ സൗലിന്റെ അടുക്കൽ വന്നപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. സാമുവേൽ പറഞ്ഞ കാര്യം 23-ാം വാക്യത്തിലുണ്ട്. അതാണ് രാജാവായി ആക്കിയത്. ഇവിടെ നമ്മൾ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ അടുക്കൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ദൈവത്തിന്റെ വചനമായിരുന്നു. നിങ്ങൾ നാണും ദൈവത്തിന്റെ വചനത്തെ നാം തള്ളി കളയുമെങ്കിൽ അതെന്താണ്? പാപം തന്നെയാണ്. നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ വചനത്തെ നാം തള്ളി കളഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ എന്തുമാത്രം തള്ളി കളഞ്ഞിട്ടുണ്ട്? കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിച്ചില്ലേ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? പാപം ചെയ്തു. ഇതിന്റെ നിയമത്തിൽ ദൈവം നമുക്ക് ഒരു അവസരം കൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ട്? നാം ഇപ്പോൾ ആയിരിക്കുന്ന കൃപ ലോകത്തിലായതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ പിന്നെയും നമ്മളോട് ചെയ്യണം. പിതാവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയോ അവൻ മധ്യസ്ഥ ചെയ്യണം. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്റെ രക്തം ചെയ്യുന്നല്ലോ. പിതാവെ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കുന്നു. നാം ചെയ്ത തെറ്റിന് ദൈവം യാചിച്ചു കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. നിയമപ്രകാരം നാം ചെയ്ത തെറ്റിന് എന്ത് ചെയ്യും? ദൈവം തള്ളി മാറ്റും. നീ യഹോവയുടെ വചനത്തെ തള്ളി കളഞ്ഞുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളി കളഞ്ഞിരിക്കുന്നു. പഴയ നിയമം. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞതാണ്. 6-ാം അധ്യായം അതിന്റെ 14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുക. ഈ വചനം പറഞ്ഞത് നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കും. നിങ്ങൾ മറ്റൊരു വ്യക്തികളെ ഒരു 10% നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും 10% ക്ഷമിക്കും. 10% മതിയാ. നിങ്ങൾ ക്ഷമിച്ച 10% മാത്രമേ 10% അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ കാണും. എന്നാൽ ഇപ്പൊ കൃപാലോകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ അതിൽ വെച്ച് ദൈവം നമുക്ക് അളക്കും.
എന്ത് ചെയ്യണം? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല? കയ്പ്. ഇത് നല്ല റീസണാണ്. ആ വ്യക്തിയെ കുറിച്ചുള്ള കയ്പുള്ള അനുഭവങ്ങൾ എവിടെ ഉണ്ട്? ഉറക്കെ പറയുക. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ പിടിച്ചു മാറ്റണം. ഇതിനെ കളഞ്ഞാൽ മതിയാകും. കയ്പിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയത്തില്ല. ആ കയ്പ് നിങ്ങൾ അകത്തുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തി നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ ഹൃദയത്തിൽ കയറ്റി പിടിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ അകത്തുനിന്ന് വിടാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ചെയ്ത് അവനെ തടവിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം എന്ന തടവിൽ ആ വ്യക്തിയെ വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വരും? അകത്തുനിന്ന് വരും, അല്ലേ? ആ പേര് കേൾക്കുമ്പോഴോ ആ ഓർമ്മ വരുമ്പോഴോ എവിടെ നിന്ന് വരും? അകത്തുനിന്ന് പൊങ്ങി വരും. ആ കയ്പുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റാതെ വരെ, അല്ലെങ്കിൽ അത് എടുത്തു പോടാതെ വരെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര തടവുകാർ ഉണ്ടെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയാം, ഒന്നിൽ കൂടുതൽ പേർ കാണും. ഇപ്പൊ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലോ, ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഓർമ്മ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ശരി വരുമെങ്കിൽ ഓർത്തോണ്ടോ നിങ്ങൾ ആ വ്യക്തിയെ അകത്ത് തടവിലാക്കിയിട്ടുണ്ട് എന്ന് ഓർത്തോണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം ലംഘിച്ചാലും വചനം പാവം തന്നെയാണ്. നാം ഒരു വ്യക്തിയെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കുന്നു. അത് എന്റെ ജീവിതത്തിൽ പാപമായി വരും. പാപമായ മനുഷ്യന്റെ അടുത്ത് ദൈവം ഒരിക്കലും ഇടപെടത്തില്ല. നിങ്ങൾ മാനസാന്തരപ്പെടാതെ വരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടത്തില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നമ്മൾ പാപം വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന നാം എന്ത് ചെയ്യും? നാൾക്ക് നാൾ നാം ലംഘിച്ചു കൊണ്ടുള്ളത് കൊണ്ട് ദൈവത്താൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തെ ലംഘിച്ചാലും പാവം തന്നെയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവത്തെ നമ്മൾ എങ്ങനെ സേവിക്കണോ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നാം ദൈവത്തെ ആരാധിക്കണം. പിന്നെ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരന്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം. അതേപോലെ നാം മറ്റൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നാം ക്ഷമിച്ചില്ലെങ്കിൽ 5% ക്ഷമിക്കും, 10% ക്ഷമിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാവങ്ങളെ 5%, 10% ക്ഷമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തടവിലായിരിക്കുന്ന വ്യക്തികളെ വിടുക. നീ പറയുന്നത് എത്രയേ ഉള്ളൂ, കർത്താവേ എനിക്ക് ദോഷം ചെയ്തതേ നീ നോക്കിക്കോളൂ. എനിക്ക് വിരോധമായി സംസാരിച്ചതേ നീ നോക്കട്ടെ. നിങ്ങൾ വിധിക്കരുത്. ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് കർത്താവ് യുദ്ധം ചെയ്യും. മൂന്നാമത്തെ കാര്യം, നാം താഴ്മ പരിശുദ്ധ. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ തരിച്ചു കൊള്ളുവീൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മ ഉള്ളവർക്കോ കൃപ നൽകുന്നു. അഹംഭാവം നിഗഴത്തോടുള്ള വ്യക്തികളെ കർത്താവ് ചെയ്യണോ? എതിർത്ത് നിൽക്കും. നിഗഴത്തോട് നാം പ്രവർത്തിച്ചാൽ വചനം വെറുതെ കർത്താവ് എതിർത്ത് നിൽക്കും. ആ നിഗഴ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തോടാണ് നാം യുദ്ധം ചെയ്യുന്നത്. താഴ്മ ഉള്ളവർക്ക് വചനം വെറുതെ ദൈവത്തിന്റെ കൃപ നൽകും. തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ തരിച്ചു കൊള്ളുകയും. ഞാനൊക്കെ അടുത്തുള്ള വ്യക്തികൾ അവരും എന്ത് ചെയ്യണം? നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. നിങ്ങൾ അവരെയും ശ്രേഷ്ഠന്മാർ എന്ന് എണ്ണണം. ഒരിക്കലും ഒരു വ്യക്തി നാം താഴ്ത്തരുത്. എന്നാൽ അവരും ദൈവത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്.
മനുഷ്യയാണ്. അപ്പൊ നമുക്ക് താഴ്മ വേണം. താഴ്മ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അഹങ്കരിക്കുവാനോ നെഗറ്റീവ് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഏതാ വചനം പോലെ താഴ്മ ഉള്ളിടത്ത് ദൈവത്തിന്റെ കൃപ നൽകും. നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 2 വ്യക്തികൾ ദേവാലയത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയി. ഒന്ന് പരിശയൻ, 2 ചുങ്കക്കാരൻ. പരിശയൻ എന്ത് ചെയ്ത് പോയി പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ച്? അവൻ പ്രാർത്ഥിച്ച് ആരോടാണെന്ന് അറിയാമോ? ദൈവത്തോടല്ല, തന്നോട് തന്നെ അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത് അറിയാമോ? ഞാൻ ചുറ്റുള്ള ചുങ്കക്കാരനെ പോലല്ല, ഈ വ്യക്തിയെ പോലല്ല, ഞാൻ എല്ലാ ആഴ്ചയിലും ആ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് സ്വയം അവൻ ഉയർത്തിയത് ചെയ്ത് തന്നോട് തന്നെ അവൻ പ്രാർത്ഥിച്ചു. ஆனால் വചനം ചുങ്കക്കാരൻ ചെയ്ത് ദൈവവാഴത്തിൽ നോക്കുവാൻ പോലും അർഹതയില്ലെന്ന് വിചാരിച്ച് അവൻ ചെയ്ത് ദൈവമേ മാറെടുത്ത് അടിച്ച്. വചനം അങ്ങനെ കൊണ്ട് ആ ചുങ്കക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, പാവ്യായ എന്നെ ക്ഷമിക്കണമേ. വചനം പറയുന്നത് ആരാണ്? നീതീകരിക്കപ്പെട്ട മനുഷ്യനെ. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുണിയാതെ മാറത്തടിച്ച്, ദൈവമേ പാവ്യായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെ താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മനുഷ്യൻ സ്വയം തന്നെ ഉയർത്തി, പക്ഷെ ദൈവത്തിന്റെ ദൃശ്യയിൽ കർത്താവ് ചെയ്ത് അവനെ താഴ്ത്തി. ஆனால் ചുങ്കക്കാരനോ ദൈവത്തിൽ നോക്കുവാനോ പോലും തുണിയാതെ മാറത്തടിച്ച് അവൻ ചെയ്ത്, ദൈവമേ ഭാവിയ എന്റെ മേൽ കൃപ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വചനം ദൈവം പറഞ്ഞത് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. വചനം പറഞ്ഞത് എന്താണ്? തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ദൈവത്തിന് മുൻപായി അവൻ തന്നെ താഴ്ത്തി, അതുകൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ ഉയർത്തപ്പെട്ടു.